ചൂരൽമല മുണ്ടക്കായി ദുരന്തബാധിതർക്കായി സർക്കാർ നൽകിയിരുന്ന 9,000 രൂപയുടെ സഹായധനം നിർത്തലാക്കി സർക്കാർ. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ദുരന്തബാധിതർ. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കാണ് പ്രതിമാസം 9,000 രൂപ നൽകിയിരുന്നത്. ആദ്യം 3 മാസം വരെ മാത്രമാണ് 9,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് ധനസഹായത്തിനുള്ള കാലാവധി നീട്ടുകയായിരുന്നു. ദുരന്തബാധിതരിൽ ഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും കൃത്യമായ വരുമാന മാർഗം ഇല്ലാത്തവരാണ്. 1000-ഓളം ദുരന്തബാധിതർക്കാണ് 9,000 രൂപ കൈത്താങ്ങായത്. വലിയ കഷ്ടപ്പാടിലാണ് ദുരന്തബാധിതർ ഓരോ മാസവും തള്ളി നിൽക്കുന്നത്. ദിനപത്ത ഈ മാസം കയറിയിട്ടില്ല. സാധാരണ ഒരു 3-ാം തീയതിയുള്ളിൽ അക്കൗണ്ടിൽ ഒരു കുടുംബത്തിൽ 2 ആൾക്ക് കയറുന്നതാണ്. 9,000 വെച്ച് 18,000 കയറുന്നതാണ്. അത് ദുരന്തബാധിതർക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു. കാരണം കുടുംബത്തിൽ ഒരുപാട് ആൾ മരിച്ചുപോയി. മറ്റേ വീടുകളിൽ ഒറ്റയ്ക്കുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് അവിടെ ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമായിരുന്നു 9,000. അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് ബാധിതൻ എന്ന ഒരു ഇത് വെച്ചിട്ട് അത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. ആ 9,000 300 വെച്ച് 10. അപ്പോൾ അത് നിർത്തലാക്കാതെ അതൊന്ന് പരിഗണിച്ച് അത് വീണ്ടും ദുരിതബാധിതർക്ക് കൊടുക്കണം എന്നാണ് പറയാൻ. പലരും ജില്ലയിലെ പല ഭാഗങ്ങളിലായി ജീവിക്കുന്നവരും പലതരത്തിലുള്ള ചെറുകിട കച്ചവടങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഇവർക്കിടയിലുണ്ട്. എന്നാൽ വലിയ വരുമാന മാർഗം കിട്ടാറില്ല. അതിനാൽ തന്നെ ഇപ്പോൾ ലഭിച്ചിരുന്ന ധനസഹായം വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കണ്ടത്. ഈ തുകയാണ് ഇനി കൊടുക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് പദ്ധതിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പൂർത്തീകരണത്തിനുള്ള തീയതികൾ പലതവണ മാറ്റി പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെയും പദ്ധതി യാഥാർത്ഥ്യമായില്ല. ജനം, വയനാട്.